നമസ്കാരം. ഇന്ന് മുതൽ ഈ നക്ഷത്രജാതകരുടെ സുവർണകാലം. ഈ നക്ഷത്രജാതകർക്ക് വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന 5 നക്ഷത്രജാതകർ. ഇവരുടെ സകല ദുഃഖ ദുരിതവും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന സമയം. ഇവർക്ക് മാത്രമല്ല, ഇവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഇനി അഭിവൃദ്ധിയാണ്, നേട്ടമാണ്. വളരെയേറെ ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും. ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു. എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്നു. ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും. ഇവർ ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും പ്രാർത്ഥന നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുക. ഈ നക്ഷത്രജാതകർ ഇനി ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് അസുലഭമായ അവസരങ്ങൾ തന്നെയാണ്. സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നു. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ നാൾക്ക് നാൾ അഭിവൃദ്ധിയിലേക്ക് പോകും. എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും. ധാരാളം ധനവും പ്രശസ്തിയും പേരും നയിക്കാനുള്ള ഭാഗ്യവും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഈ നക്ഷത്രജാതകർക്ക് ഗജകേസരി യോഗം തുടങ്ങുന്നു. 3 മാസം. ഈ 3 മാസം കൊണ്ട് ഇവർക്ക് ഒരുപാട് അഭിവൃദ്ധിയാണ്, നേട്ടമാണ് വന്നു ചേരുന്നത്. ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും അവസാനിച്ചു കിട്ടുന്നു. ദുഃഖ ദുരിതങ്ങൾ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് ഇവർ പോകുന്നു. ലക്ഷ്മി നാരായണ യോഗം ഇവർക്ക് വന്നു ചേരുന്നു. ഈ 5 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യമാണ്, നേട്ടമാണ്. ഇനി ഇവർ വേറൊരു ലെവലിലായിരിക്കും. ഇവരുടെ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് കിട്ടുന്നു. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്താം. അവരിൽ ആദ്യത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ചു കിട്ടുന്നു. ജീവിതത്തിലെ എല്ലാ ദോഷ സമയങ്ങളും മാറി ഈ നാളുകാർ രക്ഷപ്പെടുകയാണ്. ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അതീവ സൗഭാഗ്യം വന്നു ചേരും. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും. ആഗ്രഹിച്ച എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും. അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്കറിയാം. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് കിട്ടും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. 5 ദിവസത്തിനുള്ളിൽ ഇവർക്ക് വലിയൊരു അത്ഭുതം സംഭവിക്കുക കൂടെ ചെയ്യും. ഇവർ ആരായാലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും, ഉറപ്പാണ്. അനിഴം നക്ഷത്രജാതകരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർ രക്ഷപ്പെടുകയാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ഏത് വീട്ടിലുണ്ടോ അവിടെ മഹാഭാഗ്യങ്ങൾ വന്നു തുണയ്ക്കും. നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്നു. നിങ്ങളുടെ ധന അഭിവൃദ്ധി വന്നു ചേരുന്ന സമയം, നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടുന്ന സമയം, നല്ല കാലം തുടങ്ങുന്നു എന്ന് തന്നെ പറയാം. 1 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ദുരിത ദുഃഖങ്ങൾ അവസാനിച്ചു കിട്ടുന്നു. കാലക്കേടുകളൊക്കെ മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം, നയിക്കാനുള്ള ഭാഗ്യം കിട്ടുന്ന സമയം. എല്ലാ തലത്തിലും വിജയിക്കും നിങ്ങൾ. അത്രയേറെ ഭാഗ്യമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവർ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടി ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും.
അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. തൃക്കേട്ട നക്ഷത്രജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ കാലഘട്ടം തന്നെയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയം, മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഇവർ ആഗ്രഹിച്ച സമ്പത്ത്, ആഗ്രഹിച്ച ജോലി, ആഗ്രഹിച്ച ദാമ്പത്യം എന്നു വേണ്ട സകല കാര്യങ്ങളിലും ഇവർക്കിനി വിജയമാണ്. ഇനി ഇവരുടെ ഉയർച്ചയുടെ കാലം ഇന്ന് തുടങ്ങും. ഇത് വലിയൊരു നേട്ടമാണ്, വലിയൊരു ഭാഗ്യമാണ്, വലിയ വലിയ പദവികൾ അലങ്കരിക്കുവാൻ കിട്ടുന്ന അവസരമാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രജാതകർക്കും ഇത് അഭിവൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന സമയം. ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവർക്ക് കുറേ പണം കിട്ടുക, അല്ലെങ്കിൽ വസ്തു വാങ്ങാൻ കഴിയുക, അല്ലെങ്കിൽ വീട് വയ്ക്കാൻ കഴിയുക, ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുക, അതൊക്കെ ഇവർക്ക് സംഭവിക്കും. ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ കടന്നെത്തും. ഇനി ഇവരുടെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം തന്നെയാണ്. തിരുവോണം നക്ഷത്രജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം രോഹിണി. രോഹിണി എന്ന നക്ഷത്രജാതകർക്ക് വലിയ സൗഭാഗ്യം വന്നു ചേരുന്നു. വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും ഇത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അതെന്താണ് എന്ന് വെച്ചാൽ ധന അഭിവൃദ്ധിയാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ രോഹിണി നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്നു. ഇനി അതീവ സമ്പൽ സമൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും ഒക്കെ സമയമാണ്. സൗഭാഗ്യം നിങ്ങളുടെ പടിവാതിൽക്കൽ മുട്ടിവിളിക്കുകയാണ്. ഇനിയുള്ള സമയം ഒരുപാട് നേട്ടവും സൗഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. നിങ്ങളുടെ ദുരിതമൊഴിയില്ല, ദുഃഖമൊഴിയില്ല, സങ്കടങ്ങളൊന്നും മാറില്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറുകയാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങളുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും, ഉറപ്പാണ്. രേവതി നക്ഷത്രത്തിൻ്റെ കാലക്കേടുകൾ മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തുകയാണ്. ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കും. ഈ നാളുകാരുടെ സൗഭാഗ്യ കാലമാണിനി. ഇവരുടെ ദുഃഖങ്ങൾ ഒഴിയും, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ഈ രാശിക്കാർ എന്ത് വിചാരിച്ചാലും നടന്നു തന്നെ കിട്ടും. മീനരാശിക്കാർക്ക് പൊതുവെ ഭാഗ്യ സമയമാണ്. എന്നിരുന്നാലും രേവതി നക്ഷത്ര ജാതകർക്കായിരിക്കും ഏറ്റവും അധികം ഭാഗ്യം ലഭിക്കുക. ജീവിതത്തിലെ അതീവ സമ്പൽ സമൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും കാലം. നാളെ മുതൽ ഇവരുടെ നല്ല കാലം ആരംഭിക്കുകയായി. ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ, ഒത്തിരി നേട്ടങ്ങൾ ഇവർക്ക് വന്ന് ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.